വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ശാരദാമ്മയുടെ മടിയിൽ കിടന്ന ഒരു അവസാന ആഗ്രഹം എന്നതുപോലെ പ്രീതി അങ്ങ് കരഞ്ഞു പറയുകയാണ്, എന്നെ എങ്ങോട്ടും ഹോസ്പിറ്റലിലോട്ടും എങ്ങോട്ടും കൊണ്ടുപോകണ്ട, അർജുനേട്ടനെ എനിക്ക് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ അവസ്ഥയിൽ എന്നെ അർജുനേട്ടൻ എന്തായാലും കാണണ്ട, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കാം എന്നുള്ള ഒരു വാക്ക് എനിക്ക് പാലിക്കാനായില്ല. അടുത്ത ജന്മത്തിലെങ്കിലും എനിക്കിത് സാധിക്കട്ടെ. പിന്നെ എൻ്റെ അമ്മയെ ഞാൻ ചതിച്ചിട്ടില്ല എന്ന് പറയണം, അമ്മയോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളായിരുന്നു എന്നൊക്കെ പറയണമെന്ന് പറഞ്ഞ് പ്രീതി പറഞ്ഞങ്ങ് കരയുകയാണ്. പറഞ്ഞു, ഒന്നുമില്ല മോളെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയുടെ കൈയങ്ങ് ഇറുക്കി പിടിച്ച് പെട്ടെന്ന് പ്രീതിയുടെ ശ്വാസം അങ്ങ് പോവുകയാണ്. അത് കണ്ടിട്ട് ശ്യാമയോട് വെള്ളം കൊണ്ടുവരാനൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. തുടർന്ന് ശ്യാമ വെള്ളവുമായിട്ട് വരുമ്പോഴും പ്രീതി അവരെല്ലാവരും കൂടെ തട്ടി വിളിക്കുന്നുണ്ട്. പക്ഷേ പ്രീതി അങ്ങ് നിശ്ചലമായിട്ട് മരിച്ചതുപോലെ അങ്ങ് കിടക്കുകയാണ്. തുടർന്ന് അനങ്ങുന്നില്ലല്ലോ എന്നും പറഞ്ഞ് പ്രീതി മരിച്ചു എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ശാരദാമ്മയും ശാരികയും എല്ലാവരും അങ്ങ് കരയുകയാണ് ഒരു നിമിഷത്തേക്ക്. തുടർന്ന് ഈ സംഭവങ്ങളൊക്കെ സത്യഭാമ കണ്ട സ്വപ്നമായിരുന്നു. ഉറക്കത്തിൽ നിന്നും സത്യഭാമ പ്രീതിയെ മോളെയെന്നും പറഞ്ഞ് ഉറക്കത്തിൽ നിന്നങ്ങ് ഞെട്ടി ഉണരുകയാണ്. ആ ബഹളം കേട്ട് രാഘവൻ നായർ ഉണരുന്നുണ്ട്. എന്താ ഭാമയെന്നൊക്കെ രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം ഈ ശാരദാമ്മയുടെ വീട്ടിലുണ്ടായ സംഭവം സത്യഭാമ കണ്ട വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു. തുടർന്ന് രാഘവൻ നായരും ഉണർന്ന് അങ്ങ് ലൈറ്റ് ഇടുകയാണ്. അന്നേരം സത്യഭാമയുടെ ബഹളവും പരവേശവും ഒക്കെ കണ്ടിട്ട് എന്താന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പ്രീതി എനിക്കിപ്പോൾ കാണണം എന്ന് പറഞ്ഞ് സത്യഭാമ അങ്ങ് ബഹളം വയ്ക്കുകയാണ്. അന്നേരം ഇപ്പോഴാണ് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. നേരം എത്രയെന്ന് അറിയാമോ എന്ന് പറഞ്ഞിട്ട് മേശപ്പുറത്തിരിക്കുന്ന വാച്ച് എടുത്ത് രാഘവൻ നായർ ഏന്തി എലിഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് ദേ 2:30 മണിയായി. ഈ സമയത്താണോ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്? നിന്റെ മനസ്സിലെ കുറ്റബോധമാണ് നിന്നെ കൊണ്ട് ഓരോ പേടി സ്വപ്നം കാണിപ്പിക്കുന്നത്. പ്രീതിക്ക് കാവലായിട്ട് അവിടെ ശാരദാമ്മയുണ്ട്, നീ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങി എന്നൊക്കെ രാഘവൻ നായർ പറയുന്നുണ്ട്. പക്ഷേ ഭാമ എനിക്കിപ്പോൾ കാണണം, എനിക്കിപ്പോൾ പോകണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുമ്പോൾ നീ കിടന്നുറങ്ങ്, ദുസ്വപ്നം കണ്ടതാണ് എന്നൊക്കെ രാഘവൻ നായർ പറയുമ്പോൾ ആകെ എങ്ങൊരു ഭ്രാന്തിയെ പോലെ ഭാമ പെരുമാറുകയാണ്. തുടർന്ന് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന ഭാമ അങ്ങ് റൂമിൽ നിന്ന് വെളിയിലേക്ക് അങ്ങ് ചിന്തിച്ചുകൊണ്ട് ഇറങ്ങിയാണ്. അന്നേരം ഭാമയെന്നൊക്കെ രാഘവൻ നായർ വിളിക്കുന്നുണ്ട്. തുടർന്ന് ഹാളിലേക്ക് വന്ന ശേഷം ഡൈനിങ് ടേബിളിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് ഭാമ അവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കുകയാണ്. അന്നേരവും ആ കണ്ട സ്വപ്നമാണ് ഭാമയെ അങ്ങ് അലട്ടിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ പ്രീതിക്കുള്ള പാലുമായിട്ട് ശാരിക ചെല്ലുകയാണ്. അന്നേരം ഇതൊന്നും വേണ്ട ശാരിക എന്ന് പറയുമ്പോൾ ഗർഭിണിയായിരിക്കുമ്പോൾ ഇതൊക്കെ കഴിക്കണം, വേണ്ടെന്നൊക്കെ തോന്നും, കുഞ്ഞിന് വേണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ശാരിക നിർബന്ധിക്കുമ്പോൾ വേണ്ട, കാണുമ്പോഴേ ഓർക്കാനിക്കാൻ വരുന്നു എന്ന് പ്രീതി പറയുകയാണ്. തുടർന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു വേദന തോന്നുന്നുണ്ട് എന്ന് പ്രീതി പറയുകയാണ്. അന്നേരം അത് കേട്ടുകൊണ്ടാണ് വേദനയോന്നും പറഞ്ഞ് ശാരദാമ്മയും അവിടേക്ക് വരുന്നത്. മുതലാണ് തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി മുതലുണ്ടെന്ന് പ്രീതി പറയുന്നുണ്ട്. അന്നേരം അതൊന്നും ചിലപ്പോൾ തോന്നലായിരിക്കും. ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കണ്ട് അവർ 2 ആശ്വാസവാക്ക് പറയുമ്പോൾ അതൊക്കെ അങ്ങ് മാറുമെന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം അതുപോലെ അല്ല എന്ന് പ്രീതി പറയുകയാണ്. തുടർന്ന് പ്രീതിയുടെ മനോഭാവം, മുഖത്തെ വിഷമം ഒക്കെ കണ്ടിട്ട് ശാരിയും പറയുന്നുണ്ട്, ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, എങ്കിൽ നീ പോയി വിഷ്ണുവിനെയോ അർജുനെയോ ആരെയെങ്കിലും വിളിക്കാനായിട്ട്. അന്നേരം ശാരിക അങ്ങ് പോകുമ്പോൾ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, മോള് പറഞ്ഞ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് മാസം 8 ആകുന്നുള്ളൂ എന്നാ. തുടർന്ന് വിഷ്ണുവും ശാലിനിയും അർജുനും കൂടി എന്താണെന്നും പറഞ്ഞ് റൂമിലേക്ക് വരികയാണ്. വിഷ്ണു ആകെ പേടിച്ച മട്ടാണ്. അന്നേരം പ്രീതിക്ക് ചെറിയ വേദനയുണ്ട് എന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം പ്രീതി പെട്ടെന്ന് എഴുന്നേക്ക് എന്ന് ശാലിനി പറയുമ്പോൾ ഞാൻ വണ്ടി എടുക്കാമെന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് വെളിയിലേക്ക് ഓടുകയാണ്. തുടർന്ന് ശാരദാമ്മയും അർജുനും ശാലിനിയും കൂടി പ്രീതിയെ പതിയെ പിടിച്ചുകൊണ്ട് വന്ന് കാറിലേക്ക് കയറ്റുകയാണ്. അന്നേരം ശാരി ചോദിക്കുന്നുണ്ട്, ഞാൻ കൂടി വരണമെന്ന്. അന്നേരം മോള് വരണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ നോക്ക് എന്ന് പറഞ്ഞിട്ട് പ്രീതിയെയും കൊണ്ട് അർജുനും വിഷ്ണുവും ശാരദാമ്മയും കൂടി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുകയാണ്. തുടർന്ന് കാറിൽ പോകുമ്പോൾ പ്രീതി അങ്ങ് വേദന കൊണ്ട് കരയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ വിഷ്ണുവിനോട് അധികം വേഗം വേണ്ട എന്ന് പറയുകയാണ്. അന്നേരം പതിയെ ശ്രദ്ധിച്ച് വിഷ്ണു വണ്ടി ഓടിച്ചു പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് രോഹിത്തിൻ്റെ വീടാണ്. അവിടെ രോഹിത്തിൻ്റെ വീട്ടിലെ വെളിയിലത്തെ അടുക്കളയിലിരുന്ന് ചായ ഇടുകയാണ് പത്മാവതിയമ്മ. എന്നിട്ട് അത് അരിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വയ്ക്കുന്ന സമയത്താണ് എഴുന്നേറ്റ് സുസ്മിത വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, രാവിലെ ബെഡ് കോഫി കിട്ടിയില്ല എന്ന്. അന്നേരം പത്മാവതിയമ്മ തിരിച്ച് പരിഹസിക്കുകയാണ്, അല്ല സ്വർണ്ണ താലത്തിൽ ബെഡ് കോഫിയുമായിട്ട് 3 പരിചാരികമാരെ ഞാനങ്ങോട്ട് അയച്ചല്ലോ, അവരെങ്ങ് എത്തിയില്ലേ എന്ന്. അന്നേരം പരിഹസം മനസ്സിലാക്കിയിട്ട് സുസ്മിത ചോദിക്കുകയാണ്, അല്ല എനിക്ക് രാവിലെ ഒരു കോഫി വേണം, അത് പതിവുണ്ടെന്ന്.
അന്നേരം പത്മാവതിയമ്മ ദേഷ്യപ്പെടുകയാണ്. ദേ ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. ദേ നാളെ മുതൽ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ നീ എണീച്ച് കുളിച്ച് അടുക്കളയിൽ കയറിക്കോണം. നീ എനിക്ക് മുറിയിലേക്കൊന്നും ചായ കൊണ്ടുവരണ്ട, പക്ഷേ ഞാൻ എണീക്കുമ്പോൾ എനിക്കൊരു ചൂട് ചായ കിട്ടണം എന്ന് പറയുകയാണ്. തുടർന്ന് ആ കയ്യിലിരുന്ന ചായ സുസ്മിതയ്ക്ക് നേരെ നീട്ടിയിട്ട് ദാ കുടിച്ചോ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇത് കോഫിയാണോ എന്ന് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം അല്ല, ചായയാണെന്ന് പത്മാവതിയമ്മ പറയുമ്പോൾ എനിക്ക് കോഫി മതി, ചായ വേണ്ടാന്ന് പറയുകയാണ്. അന്നേരം ഇവിടെ ചായയേ ഉള്ളൂ എന്ന് പത്മാവതിയമ്മ പറയുന്നുണ്ട്. അന്നേരം ഞാൻ ഇട്ട് കുടിച്ചോളാം, എനിക്കുള്ളത് ഞാൻ ഇട്ട് കുടിച്ചോളാം എന്ന് പറഞ്ഞ് ആ അടുപ്പിനടുത്തേക്ക് സുസ്മിത പോകുമ്പോൾ ആ അതിശയം എനിക്കൊന്ന് കാണണമല്ലോ എന്നും പറഞ്ഞ് സുസ്മിതയെ പത്മാവതിയമ്മ പിടിച്ചു നിർത്തുകയാണ്. അന്നേരം പരിഹസിക്കുന്നത് എന്തിനാണ്, വിറകടുപ്പ് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം അതല്ല, കാപ്പിപ്പൊടി ഇടാതെ കോഫി ഇടുന്ന അതിശയം എനിക്ക് കാണണമെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പത്മാവതിയമ്മ പറയുകയാണ്. അന്നേരം കാപ്പിപ്പൊടി ഇല്ലേ എന്നിങ്ങനെ ഒരു സങ്കട മനോഭാവത്തിൽ സുസ്മിത ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പത്മാവതിയമ്മ പറയുകയാണ്. എങ്കിൽ ചായ മതി എന്നും പറഞ്ഞ് ആ പത്മാവതിയമ്മയുടെ കയ്യിലിരുന്ന ചായ ഇങ്ങനെ മേടിക്കാനായിട്ട് സുസ്മിത പോകുമ്പോൾ പത്മാവതിയമ്മ അതങ്ങ് മാറ്റുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വേണ്ടാന്ന് പറഞ്ഞ സാധനത്തിൽ തൊട്ടാലുണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും എന്ന് പറയുകയാണ്. തുടർന്ന് അങ്ങനെ നിൽക്കുന്ന സുസ്മിത പറയുകയാണ്, എനിക്കൊന്ന് കുളിക്കണം എന്ന് പറയുമ്പോൾ അതിനെന്താ ഞാൻ ഇനി കുളിപ്പിച്ച് തരണമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതല്ല, ബാത്റൂമിൽ ടാപ്പൊന്നും കണ്ടില്ല, ഇവിടെ എവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്, ഈ കിണറ്റിൽ നിന്നാണോ എന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട്. അന്നേരം കിണറുണ്ടെന്നേ ഉള്ളൂ, അതിൽ വലിയ കാര്യമൊന്നുമില്ല, അടുത്തിട്ട് കണ്ട് കിടക്കുകയാണ്. വർഷത്തിൽ പകുതി സമയം ഇങ്ങനെ തന്നെയാണ്, പിന്നെ കാലവർഷമാകുമ്പോൾ ഇച്ചിരി കിട്ടും, പിന്നെ മഴവെള്ളവും ഉണ്ട് എന്നിങ്ങനെ പത്മാവതിയമ്മ പറയുമ്പോൾ അതിന് കാലവർഷമൊന്നും ആയില്ലല്ലോ എന്ന് സുസ്മിത ചോദിക്കുകയാണ്. തുടർന്ന് ഇപ്പോൾ എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നതെന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കുറച്ചപ്പുറത്തൊരു ചൈന കോളനി ഉണ്ട്, അവിടെ ഒരു പൊതു ടാപ്പുണ്ട്, അവിടെ നിന്നാണ് വെള്ളം എടുക്കാറ് എന്ന് പറയുന്നുണ്ട്. അന്നേരം അത് എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട്. തുടർന്ന് 1/2 കിലോമീറ്റർ നടന്നു പോകണം എന്ന് പത്മാവതിയമ്മ പറയുകയാണ്. അന്നേരം ആ ടാപ്പിലെ അവിടെ സ്ത്രീകൾ വെള്ളത്തിന് വേണ്ടി വഴക്ക് കൂടുന്ന സംഭവം പത്മാവതിയമ്മ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിത ചോദിക്കുകയാണ്, 1/2 കിലോമീറ്റർ നടന്ന് ഞാൻ പോയി വെള്ളം എടുത്തുകൊണ്ട് വരാനോ എന്ന്. അന്നേരം നീ ഓട്ടോ പിടിച്ച് പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ നീ ATM പോയി പൈസ എടുക്കുന്ന പോലെ നിൻ്റെ സൗകര്യത്തിന് അവിടെ ചെന്ന് വെള്ളം എടുക്കാനൊന്നും പറ്റില്ല. 4 മണി മുതൽ സ്ത്രീകൾ അവിടെ വന്ന് ക്യൂ നിൽക്കുന്നവരാണ്, ക്യൂ എങ്ങാനും തെറ്റിച്ചാൽ പിന്നെ കുടത്തിനായിരിക്കും അടി കിട്ടുന്നത്, വേണമെങ്കിൽ പോയി എടുത്തുകൊണ്ട് വന്ന് സുസ്മിതയോട് പറയുകയാണ്. അന്നേരം രോഹിത്തിനുള്ള വെള്ളമോ എന്ന് ഇങ്ങനെ സുസ്മിത ചോദിക്കുമ്പോൾ ഇന്നലെ വരെ അവനുള്ള വെള്ളം ഞാനാണ് എടുത്തുകൊണ്ടിരുന്നത്, ഇന്ന് മുതൽ നീ അവനുള്ള വെള്ളം കൊണ്ട് കൊടുക്കണം എന്നിങ്ങനെ പത്മാവതിയമ്മ പറയുന്നുണ്ട്. അന്നേരം ഞാൻ കൊണ്ടുവരണോന്ന് ചോദിക്കുകയാണ്. അന്നേരം ഭർത്താവിനുള്ള വെള്ളം ഭാര്യയല്ലാതെ പിന്നെ ആരാണ് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ പല്ല് തേക്കാനായിട്ട് അവൻ വെള്ളം ചോദിക്കുമ്പോൾ ഇവിടെ കണ്ടില്ലെങ്കിൽ അവൻ ഈ വീടിന് തീ വയ്ക്കും, എന്നിട്ട് ഒരു കുടം അവിടെ ഇരിക്കുന്നുണ്ട്, അത് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ദേ ആ ഇരിക്കുന്നതാണ് ഇന്ന് മുതൽ നിൻ്റെ ഇവിടം, വേണമെങ്കിൽ പോയി എടുത്തുകൊണ്ട് വാന്ന് പറഞ്ഞിട്ട് ആ ചായയുമായിട്ട് പത്മാവതിയമ്മ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് വേണം വേണ്ടാതെ എന്നാലും വെള്ളം വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ കുടവും എടുത്തിട്ട് സുസ്മിത ആ ടാപ്പിനടുത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം പത്മാവതിയമ്മ ചായയും കുടിച്ചുകൊണ്ട് തിരിച്ചിറങ്ങി വന്നിട്ട് സുസ്മിതയുടെ പോക്ക് കണ്ടിട്ട് ഇപ്പോഴേ ഇത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്നിങ്ങനെ ചിന്തിച്ച് ആ ചായയും കുടിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇതേസമയം ആ ചൈന കോളേജിലെ ടാപ്പിൻ്റെ അടുത്ത് 2 സ്ത്രീകൾ നിന്നങ്ങ് അടി കൂടുകയാണ്. ഞാനാണ് ആദ്യം വന്നത് എന്നും പറഞ്ഞ് അടി കൂടുന്നുണ്ട്. വേറൊരു പെങ്കൊച്ച് അവിടെ നിന്ന് അയ്യോ അടി കൂടല്ലേ എന്നൊക്കെ പറയുകയാണ്. ഈ സമയത്ത് വേറൊരു സ്ത്രീ വരികയാണ്. അന്നേരം അയ്യോ നാരായണി എന്നും പറഞ്ഞ് ഈ അടി കൂടിക്കൊണ്ടുവന്ന 2 പേരും അങ്ങ് മാറുകയാണ്. അന്നേരം അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിടന്ന് അടി കൂടരുതെന്ന്. അന്നേരം ആ അടി കൂടിക്കൊണ്ടിരുന്ന അതിൽ ഒരാൾ പറയുകയാണ്, നാരായണി ഞാനാണ് ആദ്യം വന്നത്, ഇവളാണ് വരി തെറ്റിച്ചതെന്ന്. അന്നേരം നിങ്ങളോട് വെള്ളം ഉണ്ടാക്കാതിരിക്കാനല്ലേ പറഞ്ഞത്, ആരാണ് ആദ്യം വന്നതെന്ന് വെച്ചാൽ അവർ വെള്ളമെടുത്തോ വരി തെറ്റിക്കാൻ നിന്നോളണം എന്ന് പറഞ്ഞ് അവർ 3 പേരും 4 പേരുണ്ട്, അവർ ലൈനായിട്ട് നിന്ന് വെള്ളം എടുക്കുകയാണ്. ഈ സമയത്താണ് സുസ്മിത വരുന്നത്. നല്ല പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം, ഇവരൊക്കെ നല്ല മാന്യമായിട്ട് നിൽക്കുകയാണല്ലോ, അടിയൊന്നും കൂടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സുസ്മിത തൻ്റെ കുടം കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് എക്സ്ക്യൂസ് മീ ഞാൻ ഈ കുടം ഒന്ന് മാറ്റുകയാണ്, കുറച്ച് ബിസി ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ വെള്ളം പിടിച്ചുകൊണ്ടിരുന്ന കുടം മാറ്റിയിട്ട് സുസ്മിതയുടെ കുടം വയ്ക്കുകയാണ്. അന്നേരം ബാക്കി എല്ലാവരും ഇങ്ങനെ നാരായണിയെ തന്നെ നോക്കുകയാണ്. തുടർന്ന് സുസ്മിത ചിന്തിക്കുന്നുണ്ട്, നല്ല അനുസരണയുള്ള സ്ത്രീകളാണെന്ന് തോന്നുന്നു, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനൊക്കെ അറിയാം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് ആകെ ദേഷ്യത്തിൽ നാരായണി സുസ്മിതയുടെ അടുത്തേക്ക് വരുന്നത്.
എന്നിട്ട് നീ ആരാടിയെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം സുസ്മിതയ്ക്ക് ദേഷ്യം വരികയാണ്. നീ എന്നോ ഡി എന്നോ എന്നെ വിളിക്കുന്നത്, യു നോ ഹു ഐ ആം എന്ന് ചോദിക്കുകയാണ്. അന്നേരം നാരായണി കളിയാക്കുകയാണ്, ഡികളെ ഇംഗ്ലീഷ് എന്ന് കളിയാക്കുന്നുണ്ട്. തുടർന്ന് ബാക്കി എല്ലാവരും ചിരിക്കുകയാണ്. തുടർന്ന് സുസ്മിത പറയുകയാണ്, ഞാൻ UK ജോലി ചെയ്യുന്ന രാജശേഖരൻ്റെയും സർലയുടെയും മകളാണെന്ന്. അന്നേരം സുസ്മിതയുടെ മുടിക്ക് അങ്ങോട്ട് കൊത്തിപ്പിടിച്ചിട്ട് കുടം അങ്ങോട്ട് എടുത്തു മാറ്റടി സർലയുടെ മോളെ എന്ന് നാരായണി പറയുകയാണ്. തുടർന്ന് നിങ്ങൾക്ക് ഇന്നെ ഇൻസൾട്ട് ചെയ്യാനുള്ള അവകാശമില്ല എന്നൊക്കെ അങ്ങ് ഇംഗ്ലീഷ് പറയുമ്പോൾ അങ്ങോട്ട് എടുത്ത് മാറ്റടി എന്ന് പറഞ്ഞിട്ട് മുടിക്കങ്ങ് നല്ല ഇറുക്കി പിടിക്കുന്നുണ്ട് ആ നാരായണി. എന്നിട്ട് സുസ്മിതയെ പിടിച്ചങ്ങോട്ട് തള്ളുകയാണ്. അന്നേരം സുസ്മിത അങ്ങ് തറയിൽ ചെന്ന് വീണ് കൈയൊക്കെ പോറുന്നുണ്ട്. അവളുടെ മോന്തയിലെ കുറേ ചായവും മുറി ഇംഗ്ലീഷും എന്നൊക്കെ പറഞ്ഞ് നാരായണി എങ്ങും പരിഹസിക്കുകയാണ് സുസ്മിതയെ. തുടർന്ന് നാരായണി പറയുകയാണ്, ഇവിടെ നിന്ന് വെള്ളം എടുക്കണമെങ്കിൽ ക്യൂ ഒക്കെ നിന്ന് വരിയായിട്ട് നിന്ന് അച്ചടക്കത്തോടു കൂടി വെള്ളം എടുക്കണമെന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ പറയുന്നുണ്ട്, അത് പത്മാവതി ചേച്ചിയുടെ മരുമോളാണ്, ഇവിടുത്തെ നിയമമൊന്നും അറിയില്ല എന്ന്. തുടർന്ന് നാരായണി ദേഷ്യപ്പെടുകയാണ്, അതങ്ങോട്ട് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോടി അസത്തെന്ന് ചോദിച്ചിട്ട് ആ കുടവും വെള്ളവും എടുത്ത് സുസ്മിതയുടെ കയ്യിൽ കൊടുക്കുകയാണ്. പിടിക്കടിയെന്നും പറഞ്ഞു. സുസ്മിത അത് അനുസരണയോടെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇവിടെ കുറച്ച് നിയമവും ചിട്ടവട്ടങ്ങളും ഒക്കെ ഉണ്ട്, അത് ഇവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. പിന്നെ പത്മാവതി ചേച്ചിയുടെ മരുമകളായതുകൊണ്ട് നിന്നോടങ്ങ് ക്ഷമിക്കുകയാണ് എന്ന് പറയുകയാണ്. തുടർന്ന് സുസ്മിത വെള്ളവുമായിട്ടങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, ഇവിടെ ഈ കോളനിയിൽ ജീവിക്കുമ്പോൾ ഇത്ര വലിയ അലങ്കാരമൊന്നും വേണ്ട, ഇവിടെ സൗന്ദര്യ മത്സരമൊന്നും നടക്കുന്നില്ല, പൊയ്ക്കോ എന്ന് പറയുകയാണ്. തുടർന്ന് സുസ്മിത ദേഷ്യത്തോടു കൂടി ആ കുടവും വെള്ളവുമായിട്ടങ്ങ് വീട്ടിലേക്ക് പോവുകയാണ്. ഇതേ സമയം പത്മാവതി അമ്മ രോഹിത്തിന് ചായയൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, പൈപ്പ് ലൈനിൻ്റെ കാര്യം നീ ഒന്ന് ശ്രദ്ധിക്കണം, ഇപ്പോൾ സർക്കാർ ഫ്രീ ആയിട്ട് കണക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്, പിന്നെ ഗ്യാസും തീർന്നു, ഹീറ്റർ കേടായിട്ട് കുറേയായി, അതൊക്കെ ശരിയാക്കണം എന്ന് പറയുമ്പോൾ രോഹിത് ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ പരാതിയൊക്കെ അമ്മയ്ക്ക് എവിടെ നിന്ന് വന്നു, ഈ പരാതിയൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ, അമ്മ വിറകടുപ്പിലല്ലേ കത്തിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്നെപ്പോലെ അല്ലല്ലോ, പുതിയ കുട്ടികൾ എന്നെപ്പോലെ അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പുതിയ കുട്ടിയോ, ഈ സ്നേഹം ഇപ്പോൾ എവിടെ നിന്ന് വന്നു, അവളെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും എന്നൊക്കെ ദേഷ്യം എന്നൊക്കെയല്ലേ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ സ്നേഹം എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ അങ്ങനെ തന്നെയാണിടാ, പക്ഷെ ചില നേരത്തെ എനിക്ക് പാവം തോന്നും, എന്നാലും വേറൊരു വീട്ടിൽ നിന്ന് വന്നതല്ലേ, എന്തായാലും അവൾ നിൻ്റെ ഭാര്യയല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് ശത്രുക്കളായിരുന്നാലും പിന്നീട് സ്നേഹത്തോടെ കഴിയുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഗ്യാസ് തീർന്നു, അരി തീർന്നു എന്നുള്ളതൊക്കെ പരാതി നീ ഇതുവരെ കേൾക്കാതിരുന്നത്, നിൻ്റെ അച്ഛൻ ഇതുവരെ കാര്യങ്ങളെല്ലാം മുറയ്ക്ക് നടത്തുമായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് നീ കേൾക്കാതിരുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളം കുടമൊക്കെ ആയിട്ട് ആകെ കലിപ്പിൽ സുസ്മിത ചെല്ലുന്നത്. ആ വരവ് കണ്ടിട്ട് പത്മാവതിക്ക് അങ്ങ് സങ്കടം തോന്നുകയാണ്. പാവത്തിൻ്റെ ആ വരവ് കണ്ടോ, ഒന്ന് ചെന്ന് സഹായിച്ചു കൊടുക്കടാന്ന് പറയുമ്പോൾ സുസ്മിത കുടവും വെള്ളവുമായിട്ട് അകത്തേക്ക് കയറാൻ പോവുകയാണ്. അന്നേരം പറയുന്നുണ്ട്, മോളെ അതങ്ങോട്ട് അവൻ്റെയിലോട്ട് കൊടുക്ക്, അവൻ അകത്തോണ്ട് വയ്ക്കുമെന്ന്. പത്മാവതിയമ്മ വളരെ സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത്. പക്ഷേ സുസ്മിതയുടെ ആ ഭാവമൊക്കെ കണ്ടിട്ട് അന്നേരം സുസ്മിത പക്ഷേ ദേഷ്യത്തിലാണ്. വേണ്ട, എനിക്ക് കുളിക്കാനുള്ളതല്ലേ, ഞാൻ തന്നെ കൊണ്ടുവച്ചോളാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ ആ കുടത്തിലെ വെള്ളം അങ്ങ് തലവഴിയങ്ങ് ഒഴിക്കുകയാണ് സുസ്മിത. അതുകൊണ്ട് പത്മാവതിയമ്മയും രോഹിത്തും അങ്ങ് അന്തം വിട്ടിരിക്കുകയാണ്. ഒഴിച്ച ശേഷം ആ കുടം അങ്ങ് ദൂരേക്ക് എറിഞ്ഞിട്ട് ഭദ്രകാളികൾ നോക്കുന്ന പോലെ രണ്ടുപേരെയും നോക്കി അങ്ങ് സുസ്മിത നിൽക്കുകയാണ്. അത്രയും ആകുമ്പോഴേക്കും എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ ആ വേഷത്തിൽ സുസ്മിത ഇനി വീട് വിട്ടു പോകുമോ, അവിടെ തന്നെ നിൽക്കുമോ എന്നുള്ളതുമൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതേസമയം പ്രീതിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഇതുവരെ വിഷ്ണുവും അർജുനും എത്തിയിട്ടില്ല. അവർ വണ്ടി ഓടിച്ച് പോകുന്നതേ കാണിക്കുന്നുള്ളൂ. പ്രീതി ആകെ കിടന്ന ബഹളമാണ് ആ വണ്ടിയിലിരുന്ന്. പക്ഷേ ആ യാത്ര ഹോസ്പിറ്റലിലേക്ക് എത്തില്ല എന്നുള്ളതാണ് പ്രൊമോയിലൊക്കെ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.